നമസ്കാരം. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധിയും ക്ഷാമവുമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാജ്യം മുഴുവൻ സമരം ചെയ്യുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം DYFI പോലെയുള്ള സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. സത്യത്തിൽ പാചകവാതക ക്ഷാമം ഇല്ല എന്ന് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് മേഖലകളിൽ നടക്കുന്ന യുദ്ധം, ആ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സാധ്യമാകാതെ വരുന്നു. ഈ സാഹചര്യത്തിൽ LPG ക്ഷാമം രാജ്യത്തുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് പലരും ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു LPG ക്ഷാമം ഇല്ല. തൽക്കാലം കുറച്ച് കപ്പലുകൾ ഈ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത പ്രശ്നം കാരണം ആ മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ രാജ്യത്തിന് ആവശ്യമായ ആഭ്യന്തര ഉൽപ്പാദനമുണ്ട്. അത് 30% കണ്ട് വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് കടന്നു വരാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പലുകൾ ഇതിനോടകം തന്നെ ആ കടലിടുക്ക് കഴിഞ്ഞ് സുരക്ഷിതമായി തന്നെ ഇന്ത്യൻ തീരത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ LPG വിതരണവുമായി ബന്ധപ്പെട്ട് ആശങ്കകളൊന്നും തന്നെ ഇല്ല. ജനങ്ങൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായത് കാരണം അവർ പെട്ടെന്ന് LPG സിലിണ്ടറുകൾ എടുക്കാൻ ശ്രമിച്ചത് കാരണമുണ്ടായ തിക്കും തിരക്കും മാത്രമാണ് ഉണ്ടായത് എന്ന് സർക്കാർ പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗൾഫ് മേഖല സംഘർഷഭരിതമായി ഏതാണ്ട് 15 ദിവസം കഴിയുന്നു. ഇപ്പോഴും ഒരു LPG മേഖലയിൽ മാത്രമാണ് ഒരു ചെറിയ ആരോപണമെങ്കിലും ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കുന്നത്. പക്ഷേ 2013 നടന്ന കാര്യം നമ്മളൊന്ന് ഓർക്കണം. അന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ സമയത്ത് രാജ്യത്തെ പെട്രോൾ പമ്പുകൾ രാത്രി 8 മണിക്ക് ശേഷം തുറക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് കേന്ദ്രം നൽകിയിരുന്നു. അതിൻ്റെ കാരണം ഈ പെട്രോളിയം ആവശ്യത്തിന് രാജ്യത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു നിയന്ത്രണം വന്നത്. അന്ന് ഗൾഫിൽ യുദ്ധമൊന്നുമില്ല. ഈ 2004 മുതൽ 2014 വരെ ഭാരതം ഭരിച്ചത് UPA സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ 100 മുതൽ 150% വരെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചത്. മാത്രമല്ല, 2014 ജനുവരിയിൽ LPGയുടെ വില 1241 രൂപ ഒരു സിലിണ്ടറിന് ഉയർത്തിയിരുന്നു. അത്രമാത്രം വിലക്കയറ്റം ഉണ്ടായിരുന്നു. അന്നും ലോകത്ത് യുദ്ധമൊന്നും നടന്നിരുന്നില്ല. ചെറിയൊരു പ്രശ്നം, ചെറിയൊരു ഡിമാൻഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ തന്നെ വലിയ വലിയ നിയന്ത്രണങ്ങൾ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും വലിയ സംഘർഷം നടന്നിട്ടും കപ്പലുകൾ കുടുങ്ങിപ്പോയിട്ടും കൂടി ഒരു പെട്രോൾ പമ്പ് പോലും അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി കൊണ്ടാണ്. 2014 ഭാരതമല്ല ഇന്നത്തെ ഭാരതം എന്ന് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ പെട്രോളിയം മേഖലയിൽ വലിയ കാതലായ മാറ്റങ്ങൾ മോദി സർക്കാർ ഈ കാലഘട്ടം കൊണ്ട് രാജ്യത്ത് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, പണ്ടൊക്കെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കായി അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനായി ഈ രാജ്യം ആശ്രയിച്ചിരുന്നത് ഗൾഫ് രാജ്യങ്ങളെ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ രാജ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. അതിൽ 70%വും റഷ്യയിൽ നിന്നാണ് വരുന്നത്. അതായത് ഗൾഫ് മേഖലകളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആശ്രയം അത് കുറഞ്ഞിരിക്കുന്നു, നേരെ റഷ്യയിലേക്ക് പോയിരിക്കുന്നു. ഇറാഖ്, സൗദി അറേബ്യ, ഇങ്ങനെ നിരവധി രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ഇനി അമേരിക്കയിൽ നിന്ന് പോലും ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ റിഫൈനറി കപ്പാസിറ്റി, രാജ്യത്താകമാനം നമ്മുടെ റിഫൈനറികൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. ആഭ്യന്തരമായി ഇന്ത്യ ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ അളവിൽ റിഫൈനറികൾ അല്ലെങ്കിൽ റിഫൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ നമുക്കുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓയിൽ റിസർവാണ്. ഭൂമിക്കടിയിൽ പാറ തുരന്ന് ഗുഹകൾ ഉണ്ടാക്കി ഇന്ത്യ അവിടെ പെട്രോളിയം സംഭരിച്ചു വയ്ക്കുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം സംഭരിച്ചു വയ്ക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തും കർണാടകയിലെ മംഗലാപുരം, പടൂർ എന്നീ 2 സ്ഥലങ്ങളിലും അടക്കം 3 സംഭരണ കേന്ദ്രങ്ങളാണ്, ഭൂഗർഭ സംഭരണ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. മാത്രമല്ല, മറ്റൊരു 2 സ്ഥലങ്ങളിൽ കൂടി വലിയ വലിയ സംഭരണ ശാലകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയുമാണ്. 5.33 മില്യൺ മെട്രിക് ടൺ എണ്ണ ഇതുവരെ ഇന്ത്യക്ക് സംഭരണം ഉണ്ട് അല്ലെങ്കിൽ എണ്ണ സംഭരണമായി ഉണ്ട്. ഈ 3 കേന്ദ്രങ്ങൾക്കും അത്രയും എണ്ണ സംഭരിച്ചു വയ്ക്കാനുള്ള കഴിവുണ്ട്. അത് പൂർണ്ണമായും അത് ഉപയോഗിച്ചു വരികയുമാണ്. മാത്രമല്ല, അടുത്ത് വരാൻ പോകുന്ന പടൂർ ഫേസ് 2-ലും അതുപോലെ തന്നെ ഒഡീഷയിലും വരാൻ പോകുന്ന എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് മൊത്തത്തിൽ 6.5 മില്യൺ മെട്രിക് ടണ്ണാണ് അതിൻ്റെ സംഭരണ ശേഷി. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ എണ്ണ സംഭരണ ശേഷി, അതായത് സ്ട്രാറ്റജിക് ഓയിൽ റിസർവാണ്, ഇതിൻ്റെ ശേഷി എന്നത്
12 മില്യൺ മെട്രിക് ടണ്ണിലേക്ക് ഉയരുന്നു. അതായത് ഒരു രാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിന് ഏതാണ്ട് ഒരു മാസത്തോളം എണ്ണ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള എണ്ണ ആ സംഭരണശാലകളിൽ ഉണ്ടാകും എന്ന് വ്യക്തമാണ്. മാത്രമല്ല ഈ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് മാത്രമല്ല നമ്മുടെ എണ്ണ സംഭരണം എന്ന് പറയുന്നത്. ഈ ഓയിൽ റിഫൈനറികളിലെല്ലാം എണ്ണ സംഭരിച്ചു വയ്ക്കാൻ കഴിയും. അത് കൊമേഴ്സ്യൽ റിസർവാണ്. ഇങ്ങനെ കൊമേഴ്സ്യൽ റിസർവും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവും ചേർത്ത് രാജ്യത്താകമാനം 74 ദിവസം ഉപയോഗിക്കാൻ കഴിയുന്ന അത്രയും എണ്ണ സംഭരിച്ചു വയ്ക്കാൻ കഴിയും. ഈ എണ്ണ സംഭരണമാണ് ഇപ്പോൾ രാജ്യത്തെ കരുത്തുറ്റതാക്കി മാറ്റുന്നത്. ഇതെല്ലാം പണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ പാറ തുരന്ന് എണ്ണ സംഭരിക്കാനുള്ള സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. നരേന്ദ്രമോദി സർക്കാരാണ് ഇതിൻ്റെ പണി മുഴുവൻ പൂർത്തിയാക്കിയത്. 2019 എണ്ണ അതിൽ സംഭരിച്ചു വെച്ചത്. അതായത് കോവിഡ് കാലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വളരെയധികം കുറഞ്ഞിരുന്നു. ആ സമയം പ്രയോജനപ്പെടുത്തിയാണ് ഇന്ത്യ ഈ സംഭരണികളെല്ലാം നിറച്ചു വെച്ചത്. ഇങ്ങനെ ഈ കോവിഡ് കാലം സംഭരണികൾ നിറയ്ക്കാൻ തിരഞ്ഞെടുത്തത് മൂലം രാജ്യത്തിന് ഏതാണ്ട് 5000 കോടി രൂപയുടെ ലാഭമുണ്ടായി എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ എണ്ണ സംഭരണം അടക്കം വളരെ വിദഗ്ധമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് യുദ്ധം 15ാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഇന്ത്യയിൽ ഒരു പെട്രോൾ പമ്പ് പോലും അടച്ചിടേണ്ടി വരാത്തത്, പെട്രോൾ മേഖലയിൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തേണ്ടി വരാത്തത്. പക്ഷേ LPG എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ച് തന്നെയാണ്. അതായത് നമ്മുടെ LPG അത് ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായും, അതായത് നമ്മുടെ LPGയുടെ മൊത്തം ഉപഭോഗം ചെയ്യുന്ന LPGയുടെ 60% ഇറക്കുമതിയാണ്. ഇറക്കുമതിയുടെ ഏതാണ്ട് 80-90% ഈ പറയുന്ന മേഖലകളിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് LPGയുടെ വൈവിധ്യവൽക്കരണം, LPG ഇറക്കുമതിയുടെ വൈവിധ്യവൽക്കരണവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരികയാണ്. അമേരിക്ക, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടി LPG ഇറക്കുമതി ചെയ്യുന്നതും കേന്ദ്രം പരിഗണിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.